ഒറ്റ കാഴ്ചയിൽ തന്നെ ഇഷ്ടം തോന്നുകയും അത് സ്വന്തമാക്കണമെന്ന് തോന്നുകയും ചെയ്യുന്ന വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ. അങ്ങനെ ഒരു വീടാണിത്. 5.6 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി 5 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ടാണ് മതിലും ഗേറ്റും വീടിന്റെ എലവേഷനും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടുന്ന ഭംഗിയുള്ള ഒരു പെയിന്റിങ്ങും ഡിസൈനും ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. കാർപോർച്ച് നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ടും സ്റ്റൈലിഷ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഓപ്പൺ സ്പേസിൽ ഒരു കാറും കവേർഡ് ആയിട്ടുള്ള പോർച്ചിൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. പോർച്ച് കണ്ടാലോ ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് എലിവേഷൻ കണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കൂടുതലും സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു പാറ്റോ ഏരിയ ഉണ്ട്. അതിന്റെ ഡോറാണ് കാണാൻ പറ്റുന്നത്. തുറന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് KWയുടെ വാട്ടർ മീറ്റർ നിങ്ങൾക്ക് കാണാം. ബോർവെല്ലും KW കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ഭംഗിയായിട്ടാണ് ഒരു വാട്ടർ ഫൗണ്ടൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിലേക്ക് പോകുന്ന ഭാഗങ്ങളെല്ലാം ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. മതിൽ നോക്കിക്കോളൂ, ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ ബാക്ക് സൈഡിലുള്ള ഭാഗത്തൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വലിയ സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ നടാനായിട്ട് കുറച്ച് ഡെപ്തിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാവുന്ന അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൂടാതെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും 12 കിലോമീറ്റർ ആണ്. കുസാറ്റിലേക്കും ആലുവയിലേക്കും 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ. 5 ബെഡ്റൂം ആണ് ഈ ഒരു വീട് നിങ്ങൾക്ക് കിട്ടുന്നത്. മിസ് ചെയ്യാതെ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ അതുകൊണ്ട് തന്നെ കാണുക. മെയിൻ ഡോർ ആണ് ഈ കാണുന്നത്. മെയിൻ ഡോർ വെസ്റ്റ് ഫേസിംഗ് ആണ്. ഇതുപോലെ 2 പാളികളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ വുഡ് ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ്, ഫുൾ ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 17 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ ഭംഗിയായിട്ടൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് മുകളിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്നതും കാണാം. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് കടക്കുന്നുണ്ട്. TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ നേരെ വരുമ്പോൾ ഭംഗിയായിട്ട് അധികം കാണാതെ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ആ വോളിൽ നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡോറ് കടന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഇതുപോലെ സ്ലൈഡിംഗ് മെത്തേഡിൽ നമുക്ക് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ പാറ്റോ ഏരിയയിലേക്കാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ പാറ്റോ ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ലെങ്തി ആയിട്ട് വലിയൊരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ എൻട്രൻസ് ഒരു ആർച്ച് മോഡലിൽ ഭംഗിയായ ഡിസൈനിലാണ് വുഡനായിട്ട് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെപ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വുഡൻ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടാണ് അവിടെ ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേസിന് താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനൊക്കെ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുന്ന വിൻഡോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഹാൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ വാഷ് ഏരിയ വരുന്നത്. ഇതേപോലെ ഡിസൈനുള്ള വാഷ് ഏരിയ നിങ്ങൾ വേറെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടും യുണീക്ക് ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിലാണ് വാഷ് ബേസിൻ വരുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വോൾ മൗണ്ടിങ് ഫാനും വരുന്നുണ്ട്. ബാക്കിയുള്ള റൂഫ് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 5 ബെഡ്റൂമുകൾ ഉള്ളത് നമുക്ക് 2 എണ്ണം താഴെ വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസിന് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോളിന്റെ ക്വാർട്ടർ പോർഷനോളം ഇതുപോലെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എയർ ഹോളും മാത്രമാണ് വരുന്നത്. വാർഡ്രോബുകളൊക്കെ നമുക്ക് ഏകദേശം റൂഫ് ടച്ചിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്.
അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡെപ്തിൽ താഴേക്കാണ്, വെള്ളം പുറത്തേക്ക് വരാതിരിക്കാനുള്ളത് ഹെൽപ്ഫുൾ ആണ്. ഗ്രേ ഷെയ്ഡിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. 13 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും ക്വാർട്ടർ പോർഷൻ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും താഴെ ഫുഡ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലിയൊരു വാർഡ്രോബ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു വലിയ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് മാറിയിട്ട് നല്ല സ്പേഷ്യസ് ആയ ഏരിയയിലാണ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ഡിസൈനോട് കൂടിയ നല്ലൊരു ഗ്രേ ഷെയ്ഡ് ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ കിച്ചൺ കിട്ടുന്നത്. എൻട്രൻസ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലൊരു ഷേപ്പിലാണ് നമുക്ക് കൗണ്ടർ ടോപ്പ് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ടാണ് കൗണ്ടർ ടോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വലിയ സ്പേഷ്യസ് ആണ്. അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് റെഫ്രിജറേറ്റർ വെക്കാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. വലിയൊരു കിച്ചൺ ആണ്. കിച്ചൺ നിറയെ ക്യാബിനറ്റ്സ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ചെറുതും വലുതും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഇതുപോലുള്ള മോഡലിലും ഒക്കെ ആയിട്ട് നിറയെ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഇതിനകത്തൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഒരുപാട് സ്പേഷ്യസ് ആണ്. നമുക്ക് ഓരോരോ ബോട്ടിൽസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ള സ്പേഷ്യസ് ആയ ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വളരെ ലെങ്തി ആണ്. വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നിറയെ വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. പ്യുവർ ഫ്ലെയിംസിന്റെ ഒരു ചിമ്മിണിയും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് മൈക്രോവേവ് അവൻ ഒക്കെ വെക്കാനുള്ള സെപ്പറേറ്റ് സ്പേസും വേറെ കബോർഡ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ആ കാണുന്ന പോർഷനിലായിട്ട് നമുക്കൊരു വിൻഡോ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. അവിടെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. രണ്ട് കിച്ചണുകളിലും നമുക്ക് ചിമ്മിണിയുള്ള വീടുകൾ വളരെ റയർ ആണ്. ഇവിടെ നമുക്ക് രണ്ട് കിച്ചണിലും ചിമ്മിണി ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പ് വൈറ്റ് ആണ്. മുകളിലും താഴെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. രണ്ട് കിച്ചണിലും നമുക്ക് ഫാൻ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമുക്ക് നേരെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് കാണാം. ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ ഹാങ്ങിങ് ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ TV വെക്കാനായിട്ട് ഇവിടെയാണ് നല്ലൊരു അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് പാസേജ് പോലെ വരുമ്പോൾ നമുക്ക് ബാൽക്കണിയിലേക്കാണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലിവിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്താണ് കാണാൻ പറ്റുന്നത്. നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. സ്പേഷ്യസ് ആയ വലിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു. ബാക്കിയുള്ള ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആണ് ബെഡ്റൂം വരുന്നത്. രണ്ട് ഭാഗത്ത് വിൻഡോസ് ഉണ്ട്. ഇവിടെയും ക്വാർട്ടർ പോർഷൻ നമുക്ക് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് വലിയൊരു സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം വരുന്നത്. ടോട്ടൽ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് 13.5 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്ത് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റിയും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഗ്രേ കളറിലെ ഡിസൈനർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്കിനി ഇവിടുത്തെ ഒരു റീഡിംഗ് റൂം കണ്ടു നോക്കാം. കുട്ടികൾക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു റൂം യൂസ് ചെയ്യാം. കബോർഡുകളും ടേബിളുകളും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. മുകളില് ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂമുകൾ കൂടാതെ അഞ്ചാമത് വേറൊരു റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റിക്ക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു ബെഡ്റൂം ആയിട്ട് കൂടി ഇത് യൂസ് ചെയ്യാം. ബാത്ത് അറ്റാച്ച്ഡ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ബെഡ്റൂം പോലെ തന്നെ വളരെ സേഫ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെ ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. വാർഡ്രോബുകൾ കിട്ടുന്നുണ്ട്. ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിൽ നമുക്ക് നല്ലൊരു വിൻഡോയും കിട്ടുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇതുപോലൊരു സ്പേസ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വെയിലും മഴയൊന്നും കൊള്ളാതെ കംപ്ലീറ്റ് റൂഫ് കവർ ചെയ്തിട്ടുണ്ട്.
എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 600 മീറ്റർ, അതായത് ബസ് റൂട്ടിൽ നിന്ന് 600 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. 5.6 സെന്റിൽ 5.6 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയയും കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് കോൺക്രീറ്റിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബെഡ്റൂം ആയിട്ട് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വെള്ളത്തിന് നല്ല സൗകര്യമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ട് 6 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീട് വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീടിന് ഓണർ ചോദിക്കുന്നത് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കുക. അപ്പൊ ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസ് വീട് നമുക്ക് ഇനിയും കാണണം. അതുവരേക്കും ബൈ.